ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ലഞ്ച് റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ള മീനെ മത്തിയും അയിലയാണ് കേട്ടോ. അപ്പം നല്ല നാടൻ നെയ് മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് വരഞ്ഞൊന്നെടുത്തു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഇടിയല്ലോട്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂണോളം കുരുമുളകും ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം 1-2 തണ്ട് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ച് നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് പൊടിഞ്ഞു വരണം. ആ ഒരു പാകത്തിനൊന്ന് ചതച്ചെടുക്കാം. ആ ഒരു കൂട്ടും കൂടി നമുക്കൊരു മത്തിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മത്തി കിട്ടില്ല. നമ്മളിവിടെ ട്രിവാൻഡ്രം ഭാഗത്ത് കൂടുതലും ചാള മീനാണ് കേട്ടോ കിട്ടുന്നത്. മത്തി വല്ലപ്പോഴും മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. നാരങ്ങയുടെ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, നാരങ്ങ നീര്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുഴിച്ച് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അയില മീനൊന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലോട്ട് 1-2 തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ച് ഉലുവ, അതായത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അകത്ത് മാത്രം ഉലുവ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് ഡ്രൈ റോസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 തൊട്ട് 2.5 ടീസ്പൂൺ വരെയൊക്കെ ആകാം മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുക്കാം. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്, നന്നായിട്ട് പുകഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ പൊടികളൊക്കെ നല്ല രീതിയിലൊന്ന് കരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, കളയുക, അത്രയേ ഉള്ളൂ, വേറെ മാർഗ്ഗമില്ല എന്തായതിന്. അപ്പോൾ ഞാനത് കളഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് പാനൊന്ന് കഴുകിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 തണ്ട് കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ആ ഒരു കറിവേപ്പിലയുടെ മുകളിലോട്ട് തന്നെ പൊടികളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനിയും പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് പൊടികൾ കിട്ടിയതിന് ശേഷം പിന്നെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടൊന്ന് വറുത്തെടുത്താലും മതിയാകും. അപ്പോൾ ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ്. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞളഞ്ചി പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 8-10 ചെറിയ ഉള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ആ ഒരു പൊടിയിലേക്ക് ഒരു പച്ച ചുവന്ന് മാറി വരണം. ഈ ഒരു മസാല കൂട്ട് വെച്ചിട്ട് നമ്മൾ വാളമീനും തയ്യാറാക്കിയെടുക്കും. ചൂരമീൻ ഇങ്ങനെ കറി വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ അയില, ഏകദേശം എല്ലാ മീനും ഇങ്ങനെ കറി വയ്ക്കാറുണ്ട്. ഇങ്ങനെയുള്ള മീനിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അല്ല, നെയ്മീനും ആവോലി അങ്ങനെയുള്ള മീനൊന്നും ഇങ്ങനെ കറി സാധാരണ നമ്മൾ വെക്കാറില്ല. വാള, അയില, അതുപോലെ തന്നെ ചൂര, ഈ ഒരു 3 മീനിലാണ് സാധാരണ ഇങ്ങനെ ഈ ഒരു രീതിയിൽ മീൻകറി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ആ മസാലക്കൂട്ടൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു നന്നായിട്ട് അതൊന്ന് ചൂടായതിൻ്റെ ഒരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു 2 കൈപ്പിടി കേട്ടോ, ഒരുപാട് തേങ്ങ ചേർക്കരുത് ഈ ഒരു കറിക്ക്. കുറച്ച് മാത്രം, ഒരു 1/2 കപ്പ് തേങ്ങ അത്രയും മതി കേട്ടോ. അല്ലെങ്കിൽ ചെറിയ 2 കൈപ്പിടിയാണ്, അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങ അളന്നിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. ആ ഒരു 2 അയില മീനിന് വേണ്ടിയിട്ട് മാത്രമുള്ള അരപ്പാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. കൂടുതൽ മീനുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പൊടികളുടെയും തേങ്ങയുടെയും ഉള്ളിയുടെയൊക്കെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ കുറച്ച് മീൻ കറിക്ക് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ഇടുന്ന ആളായതുകൊണ്ടാണ് അത്ര ഇട്ടത്. അത്രയും ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ഇട്ടാൽ മതിയാകും. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാകും. പിന്നെ കറിക്കുള്ള ആ ഒരു അയല മീനൊക്കെ ഒന്ന് നന്നായിട്ട് വെട്ടിയൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 2-3 പച്ചമുളക്, ചെറിയൊരു തക്കാളിക്കൊന്ന് ഞാൻ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ ആ ഒരു വറുത്ത് വെച്ചിട്ടുള്ള അരപ്പ് ഞാൻ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു അരപ്പും കൂടെ ഇനി ആ ഒരു മീനിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു ഇതിലേക്ക് വലുപ്പത്തിന് പുളിയൊന്ന് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്ത് വെച്ചതാണ്. 2 മീനല്ലേ ഉള്ളൂ, അപ്പോൾ അത്രയും മതി കേട്ടോ പുളി. അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ കുരുവും ആ ഒരു വേസ്റ്റ് ഒന്നും വിടാത്ത രീതിയിലൊന്ന് അരിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിക്കെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചിലർക്ക് കുറച്ച് തിക്കായിട്ടിരിക്കുന്ന കറിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് വാട്ടറി ആയിട്ടുള്ള കറിയായിരിക്കും ഇഷ്ടം. അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1.5 തൊട്ട് 2 കപ്പ് വരെ വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. എന്നിട്ടാണ് തിളപ്പിക്കാനായിട്ട് വെക്കുന്നത്. ഈ ഒരു ടൈമിൽ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല. ഇനിയും ഞാൻ അടുപ്പൊന്ന് ഓണാക്കി കൊടുക്കുള്ളൂ കേട്ടോ. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ.
തീരെ വയ്യാതെ നിന്നൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ലഞ്ചൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് പോകാം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്നതാണ് കേട്ടോ. ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഓൾറെഡി കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മീൻ കറി ആ ഒരു ഫ്രൈ മാത്രമേ ഉള്ളൂ. വേറെ പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വെക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് റെഡിയാക്കിയിട്ട് പെട്ടെന്ന് പോയി കിടക്കുക, അത് മാത്രമായിരുന്നു മനസ്സിലുള്ള ആകെ കൂടെ ഉള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ കറിയിൽ നിന്ന് തിളച്ചൊന്ന് റെഡി ആയിട്ടുണ്ടേ. അത്യാവശ്യം ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉള്ള ഒരു മീൻ കറി കേട്ടോ. നമ്മളിങ്ങനെ മല്ലി മുളകും വറുത്തിട്ട് കുറച്ച് തേങ്ങ അരച്ച് വെക്കുന്ന കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിൽ ഫ്രഷ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചൊന്ന് പഴകിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ. നമ്മൾ പച്ച അരച്ച് വെക്കാനായിട്ട് നിൽക്കില്ല. കുറച്ച് പഴകിയ മീനാണെന്നുണ്ടെങ്കിൽ അത്ര അങ്ങ് മോശപ്പെട്ട മീൻ കിട്ടാറില്ല, എങ്കിലും ഞാൻ ഒന്ന് പറയുന്നതാണ് കേട്ടോ. ഇതല്ല ഫ്രഷ് മീൻ തന്നെയായിരുന്നു. പൊതുവെ നമ്മളിങ്ങനെ അയില മീൻ ഇങ്ങനെ വെക്കാറുണ്ട്, അയില അല്ലെങ്കിൽ വാളമീൻ, ചൂര, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു മീൻ കറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊരു 10-12 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല ഒരു മീൻ കറിയിൽ. ഇനി അതൊന്ന് മാറ്റി വെച്ച് പിന്നെ ഇനി നമുക്ക് ആ ഒരു മത്തി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. ആ ഒരു മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്വാദ് തന്നെയായിരുന്നു. ഞാൻ എപ്പോഴും അങ്ങനെ മീനിൽ ഇങ്ങനെ മസാല ഒന്നും അരച്ച് പുരട്ടിയില്ല കേട്ടോ ഫ്രൈ ആക്കുന്നത്, വല്ലപ്പോഴും മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ പൊതുവേ മഞ്ഞളും ഉപ്പും മുളകും പെരിഞ്ചീരകപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കും, പിന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ മാത്രം തോന്നുമ്പോൾ മാത്രം ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം ഒക്കെ ചതച്ചൊന്ന് ചേർത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാറുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല, വെളുത്തുള്ളി മാത്രമാണ് ചേർത്തിട്ട്. വെളുത്തുള്ളിയും പെരിഞ്ചീരകം, കുരുമുളക്, കറിവേപ്പില, ഇത് 3 കൂടാണ് ചതച്ച് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ എന്തായാലും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഫിഷ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ പച്ചക്കറിയും വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സെർവിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നേരെ പോയി കിടന്നു. പിന്നെ വൈകിട്ട് സമയത്താണ് കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.